കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തീർന്നുപോയി. ആരുടെ? അമേരിക്കയുടെ. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ കരാർ നിലവിൽ വരുന്നതിന് മുന്നേ, അതായത് അതിന് തൊട്ടു മുന്നേ ആയിട്ട് ട്രംപ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ പേരാണ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട്. അതായത് കയ്യിലുള്ള ആയുധങ്ങളും എസ്പെഷ്യലി മിസൈലുകൾ തീർന്നു പോയപ്പോ അതിനെ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു നടപടി ആക്ച്വലി ഈ പറയുന്ന കരാർ നിലവിൽ വരുന്നതിന് മുന്നേ ട്രംപ് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നമ്മളെ ഈ പറയുന്ന യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന അസിമെട്രിക് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള വാറിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അതായത് 1500-ൽ പരം ഡ്രോണുകളാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന ഇറാൻ അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. ഈ 1500 ഡ്രോണുകളെ അടിച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ എത്രയോ ഇരട്ടി വില വരുന്ന തരത്തിലുള്ള താഡും പാട്രിയോട്ടും അയൺഡോം ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും തിരിച്ചുപയോഗിച്ചത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിനെല്ലാം തടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു അളവിൽ കൂടുതലായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിഫൻസ് മിസൈലുകൾ അതിനെതിരായിട്ട് യൂസ് ചെയ്യുന്ന മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അമേരിക്ക യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കരാറിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തില് അമേരിക്കയുടെ കയ്യിലുള്ള സ്റ്റോക്ക് പൈലുകൾ തീർന്നു പോയതാ. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, പെട്രോളിന്റെ പ്രൈസ് കൂടിയതും യൂറോപ്പിൽ പ്രൈസ് കൂടിയതും അമേരിക്കൻ ഇൻഫ്ലേഷൻ വന്നതും മാത്രമല്ല. അതായത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് യഥാർത്ഥത്തിൽ ഇറാൻ ഈ പറയുന്ന അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഒന്നുകൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോയി യഥാർത്ഥത്തിൽ ഈ ബേസുകളിൽ വീണേനെ. അത് മാത്രമല്ല, അമേരിക്ക ആയിരക്കണക്കിന് വേറെ ബേസുകൾ കൂടെ സംരക്ഷിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണം ഏറ്റെടുത്ത് വലിയേട്ടനായിട്ട് കളിക്കുകയായിരുന്നല്ലോ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള സ്റ്റോക്ക് പൈലുകൾ വലിക്കേണ്ട സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. കാരണം ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട് ഈ പറയുന്ന സ്റ്റോക്ക് പൈല് തീരുന്നതുമായി ബന്ധപ്പെട്ട്. യഥാർത്ഥത്തില് ചൈന തായ്വാനെ ആക്രമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിലിപ്പൈൻസ് ആ ഒരു ഭാഗത്തുള്ള അമേരിക്കയുടെ ഈ പറയുന്ന ബേസ് അവിടെ ഉള്ളത് കൊണ്ടാണ്. അമേരിക്കയുടെ ആ ബേസ് ആണ് യഥാർത്ഥത്തില് ഈ പറയുന്ന തായ്വാൻ അവിടെ നിലനിൽക്കുന്നതിനും തായ്വാനെ അങ്ങനെ നിലനിന്ന് പോവാനും സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വേറെ രീതിയിലുള്ള ഡെവലപ്മെന്റ്സും കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക തോറ്റ് പണ്ടാരടങ്ങി പോയേനെ. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയേനെ. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രംപ് പാസ്സാക്കിയ നിയമമാണ് ഈ പറയുന്ന ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശദമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് വായിക്കാം. ഇറാൻ അമേരിക്ക കരാറ് ഒപ്പിടുന്നതിന് ഒരാഴ്ച മുമ്പ് കൂടുതൽ മിസൈലുകളും ബോംബുകളും നിർമ്മിക്കാൻ പ്രതിരോധ കമ്പനികളെ നിർബന്ധിക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നു. പെന്റഗണിന്റെ കണക്കനുസരിച്ച് ഇറാനുമായി മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്കക്ക് $111 ബില്യൺ ചെലവായിട്ടുണ്ട്. അന്ന് ആലോചിച്ച് നോക്കി, $111 ബില്യൺ ആണ്, ബില്യൺ ഡോളർ. ഇതൊക്കെ ആ അമേരിക്കക്കാർക്ക് ഈ പറയുന്ന പീഡിയാട്രിക്സ് ക്യാൻസർ റിസർച്ചിനും അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യേണ്ട പൈസയാണ് ഇവിടെ പോയി ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഭൂരിഭാഗവും മിസൈലുകൾക്കായാണ് ചെലവഴിച്ചത്. മാത്രമല്ല യുദ്ധം അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ മിസൈലുകളുടെയും ബോംബുകളുടെയും ഉൽപാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നതിനായാണ് ട്രംപ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് നടപ്പിലാക്കിയത്. എന്നിട്ട് പറയുന്നത് ദേശീയ പ്രതിരോധത്തിനോ അതിന്റെ സജ്ജീകരണ പരിപാടികൾക്കോ നേരിട്ടുള്ള ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടെന്നാണ് പ്രസിഡന്റിന്റെ വിലയിരുത്തൽ എന്ന് ട്രംപിന്റെ ഉത്തരവിൽ പ്രസ്താവിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ആയുധ നിർമ്മാണ മേഖലയിലെ വ്യവസ്ഥാപരമായ പരിമിതികളെ കുറിച്ചും അദ്ദേഹം ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ മിസൈൽ ശേഖരം, പ്രത്യേകിച്ച് പാട്രിയറ്റ്, താഡ് ഇന്റർസെപ്റ്ററുകൾ അതിവേഗം തീർന്നു പോയതായി യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ
പരാമർശിച്ചിരുന്നു. അത്തരം വാർത്തകൾ റഷ്യയെയും ചൈനയെയും അകറ്റി നിർത്താൻ അമേരിക്കൻ വ്യോമ പ്രതിരോധത്തെ ആശ്രയിക്കുന്ന യൂറോപ്പിലെയും ഏഷ്യയിലെയും കക്ഷികളെ ആശങ്കയിലാക്കിയിരുന്നു. അതായത് ഈ അമേരിക്കൻ പ്രതിരോധം ഉപയോഗിക്കുന്ന വേറെ യൂറോപ്പിലും ഏഷ്യയിലൊക്കെയുള്ള വേറെ രാജ്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കയ്യിലുള്ള ആ പ്രതിരോധ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്ന ഈ താഡ്, പാട്രിയോട്ട് പോലെയുള്ള മിസൈലുകൾ തീർന്നു പോയത് ഇവരെയും കൂടെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് പൈലുകൾ ഇല്ലാതിരിക്കുകയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഈ സാധനം കിട്ടാണ്ടിരിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ചൈനയോ റഷ്യയോ കയറി ആക്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ തീരുമാനമായേനെ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കുറഞ്ഞ ചെലവിൽ വൻതോതിൽ നിർമ്മിച്ച ഷഹീദ് ഡ്രോണുകൾ കൂട്ടമായി അയക്കുന്ന ഇറാന്റെ തന്ത്രം അമേരിക്കൻ വ്യോമ പ്രതിരോധത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. $20,000 വിലയുള്ള ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ $40 ലക്ഷം വിലയുള്ള പാട്രിയറ്റ് മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വന്നതാണ് അമേരിക്കയെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് വിട്ടത്. അതാണ് ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം. അതായത് $20,000 വിലയുള്ള ഒരു ഡ്രോണിന് അടിച്ചിടാൻ വേണ്ടിയിട്ട് ഏകദേശം $40 ലക്ഷം വിലയുള്ള ഒരു പാട്രിയോട്ട് മിസൈലിനെ അമേരിക്കക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നേ. അവിടെ വരുന്ന ഒരു ഹ്യൂജ് ഇംബാലൻസ് എന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ ആണോ ഇസ്രായേൽ ഇത്ര അധികം മെടഞ്ഞു നിന്നിട്ടും ട്രംപ് അതിനൊന്നും ചെവി കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനം എടുത്തേ? കാരണം ഈ ഷഹീദ് മിസൈലുകൾ അവര് മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുക, അതും കൂട്ടമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ പറയുന്ന കൂട്ടത്തോടെയാണ് വരുന്നത്, വെട്ടുകിളികൾ വരുന്ന പോലെ. എന്നിട്ട് ഇതിനെ ഓരോന്നിനും അടിച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ 40 ലക്ഷം വെച്ചാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മിസൈലിന്റെ വിലയാ. അത് മൂവ് ചെയ്യണം, അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ പരിപാടികളുണ്ട്, അതിന് വേണ്ട വേറെ റഡാറുകളുണ്ട്. ഇതെല്ലാം കൂട്ടത്തിൽ വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഡ്രോണിനെയെങ്കിലും നശിപ്പിക്കാതെ വിടുന്നത് സുപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഭീഷണിയാകും എന്നതിനാണ് ഇത്രയും വലിയ ചെലവ് അമേരിക്കക്ക് വഹിക്കേണ്ടി വന്നത്. ആയുധ നിർമ്മാണ ചെലവിലെ ഈ വ്യത്യാസം അമേരിക്ക ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ്. ലോകത്തിലെ താഡ് ബാറ്ററികൾ തകർത്ത ഇറാന്റെ ആക്രമണങ്ങൾ പാട്രിയറ്റ് ലോഞ്ചറുകൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതായത് ഇപ്പോ ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി, റഡാറുകൾ ഇത് ട്രാക്ക് ചെയ്യും. എത്ര സ്പീഡിലാണ് വരുന്നത്, എവിടെയാണ് ഇത് വീഴാൻ സാധ്യത, അതിൽ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് പോയി വീഴാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്താണ് വീഴാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഇത് വീഴാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, സാധാരണ രീതിയിൽ അത് അങ്ങ് വീണോട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ഡ്രോണുകളുടെ കാര്യത്തിൽ അത് പറ്റൂല, പ്രിസിഷൻ അറ്റാക്കാ നടത്തുന്നത്. അത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റിൽ പോയി വീഴും. അതുകൊണ്ട് ഒരെണ്ണത്തിന് ഇന്റർസെപ്റ്റ് ചെയ്യാണ്ട് രക്ഷയില്ലാത്ത അവസ്ഥ. അപ്പൊ താട് ആക്ച്വലി തീർന്നു പോയി. അത് ഈ പാട്രിയറ്റിനും ആക്ച്വലി അതൊരു ദോഷകരമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയും അതേപോലെ തന്നെ പാട്രിയറ്റ് കൂടുതൽ യൂസ് ചെയ്യേണ്ട സമ്മർദ്ദത്തിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ആവശ്യമായ തോതിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്രതിരോധ വ്യവസായത്തിന്റെ ശേഷിയെ ഈ യുദ്ധം തുറന്നു കാട്ടിയതായി പെന്റഗൺ ദീർഘകാലമായി പുലർത്തുന്ന ആശങ്കയെക്കുറിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ബില്യൺ കണക്കിൽ ഡോളർ വില മതിക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും ഇന്ധനവും അമേരിക്ക ഉപയോഗിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവസാനത്തെ 2 ദിവസത്തെ ബോംബാക്രമണത്തിന് മാത്രം $200 ബില്യൺ ചെലവായെന്ന് ട്രംപ് ഈ ആഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ആ അവസാന 2 ദിവസങ്ങൾ അതിക്രൂരമായിരുന്നു. $200 മില്യൺ മൂല്യമുള്ള ബോംബുകൾ മറ്റ് കാര്യങ്ങൾക്ക് പുറമെ ഇത് വളരെ ചെലവേറിയതുമാണ്. അതായത് G7 ഉച്ചകോടിയിലാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപ് പറഞ്ഞത്. അതായത് ലാസ്റ്റത്തെ 2 ആക്രമണം എന്ന് പറയുന്നത് ഏതാ അറിയോ? അമേരിക്ക ആക്ച്വലി ഈ പറയുന്ന ഇറാന്റെ ചില ദ്വീപുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ആക്രമണത്തിന് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വന്നിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് $200 ബില്യൺ. അന്ന് പക്ഷേ $20,000 വില വരുന്ന ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് കുവൈത്തിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടിന് അന്ന് ആരാക്രമിച്ചത്? യഥാർത്ഥത്തില് ഈ പറയുന്ന ഇറാൻ ആക്രമിച്ചേ. അപ്പൊ ഈ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാധനങ്ങൾ തീർന്നു പോയി, ഉള്ള സാധനമാണെങ്കിൽ ഉപയോഗിക്കാനെങ്കിലും ഒടുക്കത്ത പൈസ. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ പരിപാടികൾ ഉപയോഗിച്ചിട്ട് ഇവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുക. ഹാങ്ങറുകളിൽ കിടക്കുന്ന വിമാനങ്ങൾക്കടക്കം രക്ഷയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ എങ്ങനെയായിരിക്കും
300 ബില്യന്റെ നഷ്ടപരിഹാരം ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇറാന്റെ അപ്രമാദിത്യം അംഗീകരിക്കാതെ എങ്ങനെ ഈ ഒരു, അതായത് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട്, അതായത് ഇറാന് $300 ബില്യൺ കൊടുക്കാം, $24 ബില്യൺ ഇവരുടെ വിദേശത്ത് കെട്ടിക്കിടക്കുന്ന ഫണ്ടുകൾ റിലീസ് ചെയ്ത് കൊടുക്കാം, എണ്ണയ്ക്കെതിരെ ഇവരുടെ എണ്ണയ്ക്കെതിരെ വെച്ചിട്ടുള്ള ഈ പറയുന്ന ഉപരോധം ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെ സമ്മതിച്ചിട്ട് എങ്ങനെ അമേരിക്ക ഈ ഡീലിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ അധിക കാലമൊന്നും അമേരിക്കക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. അവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിന് വെറും 2 ദിവസത്തിന് $200 ബില്യൺ ഒക്കെ ചെലവഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നേ. അപ്പോഴാണ് നെതന്യാഹുവിനെ ബീബിനെ ടീമിനെ ഒരു മൂലക്കിട്ട് അവിടെ കെട്ടി വെച്ചതിന് ശേഷം ഞങ്ങളും ഇറാനും കാര്യങ്ങളും നോക്കിക്കോളാം, നിങ്ങൾ നോക്കി നിന്നാൽ മതി എന്നുള്ള ലെവലിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത്, അതിന്റെ ഒരു പിക്ചർ ഇപ്പൊ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് എന്നുള്ളതാണ്.